ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറത്തുള്ള ടാറ്റയുടെ EVയുടെ ഷോറൂമിലാണ്. ഇതൊരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഈ ഷോറൂമിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാമർ സ്റ്റുഡിയോയുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഡൗൺ ഹില്ലിലാണ്. ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ EV ഷോറൂംസ് ടാറ്റയ്ക്ക് ഇപ്പോൾ 7 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണം കേരളത്തിലാണ്, 2 എണ്ണം ഹരിയാനയിലാണ്. കേരളത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ മലപ്പുറത്താണുള്ളത്, 2 എണ്ണം എറണാകുളത്തുണ്ട്, 1 തൃശ്ശൂരുണ്ട്, 1 കണ്ണൂരുണ്ട്. അപ്പം മലപ്പുറത്ത് EV എക്സ്ക്ലൂസീവായിട്ട് ഈ ഒരു സ്റ്റോർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പം ടാറ്റയുടെ എല്ലാ EV വെഹിക്കിൾസും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ വാങ്ങുമ്പോഴും ഇവിടെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ഒരു റൈറ്റ് എൻഡിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇവിടെ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഈ ഒരു വാളുണ്ട്. ഇവിടെ മിക്കവാറും വെഹിക്കിൾസ് ഷോക്കേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെക്കുന്ന സ്പേസാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വാള്, കുട്ടികൾ കളിക്കുന്ന ഈ വാള് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് ഇവരുടെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫ് അവർ പ്ലേസ് ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്തിട്ട് ഈ സ്പേസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കോൺസെപ്റ്റ്. എൻ്റെ സ്റ്റോർ റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത് ലാൻഡർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഇവർ 3 മെയിൻ പില്ലേഴ്സിന് വെച്ചിട്ടാണ് ഈ സ്പേസിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ടെക്നോളജി. എൻ്റെ പിന്നിൽ കാണുന്ന നിങ്ങൾക്ക് ആ സ്പേസിനെ അവർ അങ്ങനെ തന്നെയാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് ടെക്നോളജിക്കൽ ആസ്പെക്ട്സുള്ള സാധനങ്ങൾ നമുക്ക് ആ വാൾ വരെ കാണാൻ കഴിയും. അവിടെയുള്ളൊരു സ്ക്രീനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കുറച്ചും കൂടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അതായത് അവർ ഉപയോഗിച്ചുള്ള ടെക്നോളജി ഫീച്ചേഴ്സൊക്കെ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻഡ് ആവും. ഇവിടെ വരുമ്പോഴാണ് കമ്മ്യൂണിറ്റി എന്ന സാധനം അവർ എൻഹാൻസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ സ്പേസിൽ അവർ കമ്മ്യൂണൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആസ്പെക്ട്സ് കാണാൻ പറ്റും. അവിടെ മാത്രമല്ല, ഇവർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് ആ ഒരു ആസ്പെക്ട്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കോളത്തിൻ്റെ ക്ലാഡിങ് ആയാൽ പോലും 95% ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ നോൺ ടോക്സിക് ആയിട്ടുള്ള പെയിൻറ്റ്സ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനകത്തേക്ക് പോവാം. പിന്നെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള കോഫി ബ്ലൂ ടോക്കായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിനെപ്പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ അടുത്ത് ചെല്ലുമ്പോൾ. ഇത് ഇവരുടെ ടെക്നോളജിക്കൽ സൈഡാണ്, ടെക്നോളജിക്കൽ പോർഷനാണ്. നിങ്ങൾക്ക് ആ ബാക്കിലെ ഫോട്ടോഗ്രാഫ് കാണുന്നുണ്ടോ? അത് ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ടാറ്റ അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ അടുക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു സാധനം കൂടിയാണത്. അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫ് സ്റ്റോറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഡിസ്കഷൻ ടേബിൾ കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നുണ്ട് നമ്മൾ ആ കോഫി പറഞ്ഞില്ലേ, ബ്ലൂ ടോക്കൈ, അതിൻ്റെ ഒരു മെനു കാർഡാണ്. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് അങ്ങനത്തെ അതിൻ്റെ മെനു കിട്ടും. പിന്നെ ഈ ഒരു കാര്യം കണ്ടോ, ആക്ച്വലി ഭയങ്കര സിമ്പിളായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമാണത്. ഇതെൻ്റെ മെനു ആണ്. ആ മെനു വെച്ചിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമുണ്ട് കാണുമ്പോൾ. പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന കളർ ബോൾസ് കണ്ടോ, അത് ടാറ്റയുടെ വെഹിക്കിൾസിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ്. ഓക്കെ, അത് കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇത് ഇവരുടെ EV വെഹിക്കിൾസിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനാണ്. നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെക്സോണാണ്. അപ്പോൾ നമുക്കിവിടെ നെക്സോണിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇത് നെക്സോണിൻ്റെ എക്സ്റ്റീരിയർ ആണ്. നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് നല്ല ഇൻ്റർഫേസിലൂടെ കാണാൻ പറ്റും. ഇവിടെ ഇതിപ്പോൾ എക്സ്റ്റീരിയർ ആണ്. ഇൻറ്റീരിയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി ബാക്ക് സീറ്റിൽ വേണമെങ്കിൽ ബാക്ക് സീറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക് സീറ്റിൽ നിന്നും ഈ വെഹിക്കിളിനെ കംപ്ലീറ്റ്ലി കാണാം. പിന്നെ ഇതിൻ്റെ പേഴ്സോണ എന്ന് വെച്ചാൽ ഏത് വേരിയൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് അതിനനുസരിച്ച് വെഹിക്കിൾ കാണുന്ന രീതി മാറും. ഫുൾ സ്ക്രീനായി. അപ്പം എൻ്റെ വേരിയൻ്റ് മാറിയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഫീച്ചേഴ്സും മാറി. ഇതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്കിതിൻ്റെ കളറും മാറ്റാം. ഇപ്പോൾ ഇതൊരു വൈറ്റ് കാര്യമാണ്, ഒരു ബിഗിനിങ് റേഞ്ചിലുള്ള കാര്യമാണ്. ഇങ്ങോട്ട് മാറുമ്പോൾ എനിക്കിതിൻ്റെ കളേഴ്സ് മാറ്റാം, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ആക്ച്വൽ വെഹിക്കിൾസ് നമുക്ക് ഫസ്റ്റ് ഹാൻഡായിട്ട് കാണാതെ തന്നെ നമുക്ക് വെഹിക്കിളിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഡിസ്പ്ലേ തരും. ഞാൻ ആക്ച്വലി മലപ്പുറംകാരനാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ മാപ്പാണ്. മലപ്പുറത്തുള്ള കുറച്ച് നല്ല കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നിലമ്പൂർ കോവിലകം, നിലമ്പൂർ ടേക്ക് മ്യൂസിയം, അയ്യമ്പാറ വാട്ടർഫോൾസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടോ. ആക്ച്വലി ഞാൻ എൻ്റെ വീഡിയോ തന്നെ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. അതായത് ഈ കടലുണ്ടി ബേർഡ് സാങ്ച്വറി ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലൊരു വീഡിയോ ആയിട്ട്. മഹാകവി മോയിൻകുട്ടി വൈദ്യ സ്മാരകം, ഞാൻ കൊണ്ടോട്ടിക്കാരനാണ്, അതുകൊണ്ട് തന്നെ മഹാകവി മോയിൻകുട്ടി സ്മാരകം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിലമ്പൂർ
ടീക്ക് മ്യൂസിയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ടാറ്റ സ്മാർട്ടായിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ tata.ev ഷോറൂം ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിറ്റി എന്നുള്ള പോർഷനിലാണ് അവർ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, നാച്ചുറൽ വാട്ടർ ഫ്രണ്ട്, ആർട്ട് ആൻഡ് കമ്മ്യൂണിറ്റി, ഹെൽത്ത് ആൻഡ് വെൽനസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നീ മേഖലകളിലുള്ള കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്ന കുറച്ച് നല്ല സ്ഥലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എക്സ്പ്ലോർ വിത്ത് ഇവോൾവ് എന്ന് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ടാറ്റയ്ക്ക് EV വെഹിക്കിൾസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് വഴി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടാറ്റയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇവർ പതിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലത് തന്നെയാണ്. ഇങ്ങനത്തെ സ്റ്റോറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറേ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗമാക്കാൻ കഴിയും. പിന്നെ മൊത്തം ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ ആസ്പെക്ട്സ് ഇതിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളും ലാൻഡ്സ്കേപ്പൊക്കെ കാണാൻ പറ്റും. ഇത് വേറെ സ്റ്റോറിൽ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടോ, മൂവ് വിത്ത് മീനിങ്. അതായത് ഒരു EV കസ്റ്റമർ ആയിരിക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്മ്യൂണൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സസ്റ്റൈനബിളായിട്ട് ചിന്തിക്കാനും പറ്റും. കാരണം നിങ്ങൾ EV ആണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മൂവ് വിത്ത് മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ആക്സറീസ് ഡിസ്പ്ലേ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ വെഹിക്കിൾസിന് വേണ്ട എല്ലാ ആക്സറീസും ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ വെഹിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും ആക്സറീസ് വേണമെങ്കിൽ ഇങ്ങനത്തെ സ്പേസുകളിൽ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്ട്സ് കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നല്ല കിട്ടും തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോർഷൻ വരെയുള്ളത്. ഈ ഒരു സ്പേസ് കണ്ടോ, ഇത് ആക്ച്വലി സെയിൽസ് മാനേജറുടെയും കസ്റ്റമർ എക്സ്പീരിയൻസ് മാനേജറുടെയും സ്പേസ് ആണ്. ഓക്കെ, അത് ഭയങ്കര അടിപൊളിയായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്പേസ് പ്ലാനിങ്ങിലെല്ലാം. ഇവിടെ കണ്ടോ, ഷേപ്പിംഗ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ വിത്ത് എവറി ടേൺ ഓഫ് ദ വീൽ. ഓക്കെ, അതായത് അവരിങ്ങനത്തെ ടാഗ് ലൈൻസ് ഒക്കെ എല്ലാ സ്പേസിലും ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോപ്പർലി ഡിസൈൻ സ്പേസ് ആണ് ഈ എൻറ്റയർ സ്റ്റോർ എന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതെല്ലാം. അത് അവരൊന്നും വെറുതെ വെച്ചിട്ടില്ല. അത് കസ്റ്റമർ കയറാത്ത സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടെന്നല്ല. എല്ലാ കാര്യങ്ങളും തറവിലി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് കാര്യമായിട്ട് എന്നെ ഭയങ്കര ആകർഷിച്ച സാധനമാണ് ഈ ഒരു കോഫി സ്പേസ്. ബ്ലൂ ടോക്കായി എന്ന് പറഞ്ഞൊരു കോഫി ബ്രാൻഡിനെ, ഇന്ത്യൻ ബ്രാൻഡിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാർ ഷോറൂമിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ബാരിസ്റ്റ മുബഷീർ അവിടെ എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വെഹിക്കിളൊക്കെ എടുക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ ചില ടച്ച് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കസ്റ്റമറിന് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് ഞാൻ വന്നപ്പോഴും എനിക്ക് അവർ ആ കോഫി തന്നു. ഞാൻ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എറണാകുളത്തും പോയിരുന്നു ഈ ലെക്സോൺ ടാറ്റയുടെ ഒരു കംപ്ലീറ്റ് EV ഷോറൂമിൽ. ഇവിടുത്തെ ഭയങ്കര സപ്പോർട്ടീവായിട്ടോ കമ്പയർ ടു അതർ സ്റ്റോഴ്സ്. കാരണം ഞാൻ വെച്ചാൽ എറണാകുളത്ത് പോയപ്പോൾ പോലും അവരെന്നെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത രീതിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാനം അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണാം. അപ്പോൾ ആ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ കോഫി കുടിച്ചിട്ടോ. അപ്പം നമ്മളത്ര വലിയ കോഫി ലവറൊന്നുമല്ല, പക്ഷേ കുടിക്കുമ്പോൾ ആ ഒരു ഫ്ലേവറിൻ്റെ എന്തോ ഒരു മാറ്റം വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ മുബഷീറിനോട് ചോദിച്ചു എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല. മുബഷീർ പറയണം ഇത് 100% അറബിക്കയാണ്, അതായത് 100% പ്യുവറാണ്, വേറെ ബ്ലെൻഡോ ഫ്ലേവറോ ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കോഫിയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. കൂടാതെ ഇവർ നേരിട്ട് ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് സോഴ്സ് ചെയ്യുന്നുണ്ട്. അതും ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും എൻഡിലോട്ട് എത്തി ഈ സ്റ്റോറിൻ്റെ. ഇതാണ് ഈ വെഹിക്കിൾ ഡെലിവറി ചെയ്യുന്ന സ്പേസ്. ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു വെഹിക്കിൾ ഡെലിവറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം എൻ്റെ ബാക്കിൽ ഈ സ്ക്രീൻ കാണുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ 7 സ്റ്റോറുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ. ആ എൻറ്റയർ സ്റ്റോറുകളിൽ എല്ലാ സ്ക്രീനും സെൻട്രലൈസ്ഡ് കൺട്രോൾഡ് ആണ്. അങ്ങനത്തെ ഒരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ സ്ക്രീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഒറ്റ പൊസിഷനിൽ നിന്നിട്ടാണ് 7 സ്റ്റോറിലെയും സ്ക്രീനുകൾ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ പ്ലേ ചെയ്യുന്ന ആഡ് നെക്സോണിൻ്റെ എന്ന് തോന്നുന്നു. ഹാരിയറിൻ്റെ ആഡും ഇന്നു മുതൽ പ്ലേ ചെയ്തെന്നാണ് പറഞ്ഞു കേട്ടത്. ഹാരിയർ നിങ്ങൾക്ക് ഓർമ്മയില്ല, ആനപ്പാറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാഗമണിലുള്ള അല്ലെങ്കിൽ ഇടുക്കിയുള്ള ഒരു സ്പേസാണ്. ആ പാറയിലോട്ട് ഹാരിയർ EV ഓടിച്ച് കയറ്റി എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ വരുന്ന എപ്പിസോഡിൽ ഏതെങ്കിലും ഹാരിയർ EV ആയിരിക്കും റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് മിക്കവാറും ഈ സ്റ്റോർ തരും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് കാണണം. പിന്നെ ഇവിടെ വരുമ്പോഴാണ് മൂവിങ് ടുവേർഡ്സ് എ ബെറ്റർ ഫ്യൂച്ചർ. ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡാണ് ഒരു ഡെലിവറി പോയിന്റിന്. കൂടാതെ ഇവർ ലാൻഡ്സ്കേപ്പും അതിൽ ഇൻകോപ്പറേറ്റുള്ളൊക്കെ രീതിയൊക്കെ ഭയങ്കര രസമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്പേസുകളിൽ ഇങ്ങനത്തെ കേർവിഷ് ലൈൻസ് വെച്ചിട്ടാണ് ഇവർ ലാൻഡ്സ്കേപ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കളർ ഗ്രഡേഷനൊക്കെ ഭയങ്കര ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതിനൊരു ഡാർക്ക് ഗ്രീനും ആ നേച്ചറിൻ്റെ ഗ്രീനും പിന്നെ ഒരു യെല്ലോയിഷ് ടൈപ്പുള്ള
ഇലകളുള്ള ഈ ചെടികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഇത് നമുക്കിതിൻ്റെ മുകളിലുള്ള കമ്മ്യൂണിറ്റി സ്പേസും കൂടെ കണ്ടാൽ ഈ വീഡിയോ നിർത്താം. നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി പോകാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്കേണ്ട സ്പേസാണ് ഇത്. ഇവരുടെ പാൻട്രിയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവരുടെ ടോയ്ലറ്റ് കാണാൻ പറ്റി. ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഗ്രീനിൻ്റെയും സ്റ്റീലിൻ്റെയും ഫിനിഷൊക്കെ ഭയങ്കര രസമുണ്ട്. ഈ ഒരു സൈനേജസ് ഉള്ള ഹാൻഡിലൊക്കെ ഭയങ്കര. ഇത് ഫീമെയിൽ ടോയ്ലറ്റാണ്, ഇത് മെയിൽ ടോയ്ലറ്റാണ്. നമുക്കത് കാണാൻ പറ്റും ഇവിടെ കണ്ടോ. ഈ ഒരു ഡിസൈൻ കണ്ടോ, കുറച്ചും കൂടി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഡിസൈനാണ്. ഇത് സ്റ്റീൽ ഫിനിഷാണ്, ഇത് ലാമിനേറ്റ് ആണ്, പക്ഷേ ഇത് ഗ്ലാസ് ആണ്. ഓക്കെ, ഇത് സ്റ്റീൽ ഫ്രെയിമാണ് കേട്ടോ. ഇത് ആക്ച്വൽ സ്റ്റീൽ ഫ്രെയിമാണ്, ഇത് ലാമിനേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹാൻഡിലൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ, ഈ മെയിൽ സൈനേജ് വെച്ചിട്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ആ ഡിസൈനൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടാതെ നിങ്ങൾ ഇവർ ഈ വാൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ടൈലുണ്ട്, ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. -ഡിഗ്രിയുടെ ആ ചെയറിൽ ഉപയോഗിച്ചില്ലേ, ഞാനിപ്പോൾ സംസാരിച്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ സംസാരിക്കാം. ഇവർ ഉപയോഗിച്ചിട്ടുള്ള ചെയറിൽ ഉപയോഗിച്ചിട്ടുള്ള -ഡിഗ്രിയുടെ ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര നല്ല ടേക്കാണ് കേട്ടോ ആസ് എ ഡിസൈനർ. എന്തായാലും ഇത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇവരുടെ കമ്മ്യൂണിറ്റി സ്പേസ് ഞാൻ പറഞ്ഞില്ലേ, 3 പില്ലർ, അതിലെ ഒരു കമ്മ്യൂണിറ്റി സ്പേസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ അവരിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പോസ്റ്റർ കാണാൻ പറ്റും. മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാം സ്മാർട്ട് ഫ്യൂച്ചറിലേക്ക്, ജീവിതശൈലി പടുത്തുയർത്താൻ സുസ്ഥിരമായി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് കേരളത്തിന് വേണ്ടി ചെയ്ത പോലത്തെ ഒരു സ്പേസ് മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് അവരുടെ ആ ഒരു സ്പേസ്. കുറച്ച് നല്ല ആക്ടിവിറ്റീസ് ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെക്സോൺ ടാറ്റയുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. കൂടാതെ ഇവോൾവ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ഭാഗമാക്കാനും പറ്റും. സ്മോൾ ചേഞ്ച് ബിഗ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ചേഞ്ചുകൾ കൊണ്ടുവന്നാൽ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ചെറിയ ചേഞ്ചാണ്, പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ ഫ്യൂൽ കൺസംഷൻ്റെ കാര്യത്തിലും നമ്മുടെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവരെ സ്റ്റാഫിൻ്റെ ഏരിയ. ഇതൊക്കെ വെൽ ഡിസൈൻഡ് ആണ് കേട്ടോ, വെൽ എക്സിക്യൂട്ടഡ് ആണ്. നിങ്ങൾക്കത് കാണാൻ പറ്റും ഇവിടെ. ഇത് ഇവരുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജറിൻ്റെ ക്യാബിനാണ് ഈ കാണുന്നത്. ബാക്കിൽ കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ഒരു കോൺഫറൻസ് റൂമാണ്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വെൽ എക്യുപ്ഡ് ആണ് ഈ സ്പേസ്. അതായത് ഈ ഒരു ടാറ്റ ഇവിയുടെ ലെക്സോണിൻ്റെ ഈ മലപ്പുറത്തുള്ള ഷോറൂം. അപ്പം ഇതിൻ്റെ എൻറ്റയർ സ്റ്റോറിൻ്റെ ഇൻറ്റീരിയേഴ്സും ഫേർണിച്ചേഴ്സും ചെയ്യുന്നത് ഡയമണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂരിലൊരു ഫേമാണ്. ആ ഫേമിന് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നതെന്നുള്ളൂ. പിന്നെ ഈ ലാൻഡ്സ്കേപ്പ് ഫുള്ള് ചെയ്തിരിക്കുന്നത് യുണീക്ക് ഗാർഡൻസ് എന്നൊരു ഫേമാണ്. അപ്പോൾ ഈ 2 ഫേം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, നമുക്ക് അവരെ ഇനിയും കാണേണ്ടി വരും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ ചെയർ കണ്ടോ, ഇതും -ഡിഗ്രിയുടെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെയറാണ്. നിങ്ങൾക്കത് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇത് ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചില ടേക്സ് ഒക്കെ സസ്റ്റൈനബിലിറ്റി എന്ന ആസ്പെക്ട്സിൽ ലെക്സോൺ ടാറ്റ അല്ലെങ്കിൽ ടാറ്റ EV ഷോറൂംസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ല സാധനമാണ്. ഈ സെയിം ടൈപ്പ് ഓഫ് ടൈല് അല്ലെങ്കിൽ മെറ്റീരിയലാണ് അവർ വാഷ്റൂമിൻ്റെ വാളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നില്ല. ഈ സ്റ്റോറിൽ വന്നപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത ടീമിലുള്ള അംഗങ്ങളാണ് ഇവരെല്ലാം. കാര്യം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെയും കൂടെ പരിചയപ്പെടുത്തിയാൽ ഈ വീഡിയോ പൂർണ്ണമാവും. ഞാൻ പരിചയപ്പെടുന്നില്ല, അവർ സ്വയം പരിചയപ്പെടുന്നതായിരിക്കും നന്നാവുക, അല്ലേ? ഹായ്, ഞാൻ അരുൺ, EV ഷോറൂമിലെ മാർക്കറ്റിംഗ് മാനേജറാണ്. ഇത് ലെക്സോൺ ടാറ്റയുടെ നമ്മുടെ മലപ്പുറത്തെ ആദ്യത്തെ EV എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഹായ്, എൻ്റെ പേര് നവീൻ കാർത്തിക് എന്നാണ്. ഞാൻ ഈ ഷോറൂമിലെ കൺസിയർജ് ആയിട്ടാണ്. ഹലോ, ഞാൻ നിഖിൽ. ഞാൻ ടാറ്റ EVയുടെ കമ്മ്യൂണിറ്റി ക്യൂറേറ്റർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യും. ഹായ്, എൻ്റെ പേര് ജാസിർ. ഞാൻ EV സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ജാസിറിനെയാണ് ഞാൻ നോക്കി നടന്നിരുന്നത്. കാര്യം നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് അറിയേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓഫേഴ്സ് വല്ലതും ഉണ്ടോ, ഈ ഷോറൂമിൽ വന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതും കൂടെ ഒന്ന് പറയാമോ? അതായത് നമുക്ക് നിലവിലിപ്പോൾ 2 ലക്ഷം EV കാർസ് വിറ്റയച്ചത് കാരണം ടാറ്റ 1 ലക്ഷം രൂപ വരെയുള്ള ഓഫേഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ജാസിർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാറുകൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷനോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായ അരുണിൻ്റെ നമ്പറും പിന്നെ സെയിൽസ് മാനേജറുടെ നമ്പറും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് വിളിക്കുക, കൂടുതൽ ഇൻഫർമേഷൻ അറിയാം. പിന്നെ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ ഇരിക്കുന്നതാണ് നല്ലത് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും ഈ മലപ്പുറം വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താഴത്ത് ഡൗൺ ഹില്ലാണ്, ഇവിടെ വന്ന് കയറാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ മലപ്പുറം ടൗണിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. ഇവിടെ കയറുക, ഇവിടെ നല്ലൊരു കോഫിയൊക്കെ കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.